ഓരോ ഭാഷയിലും നിരവധി സാഹിത്യകാരന്മാരുണ്ടാകാറുണ്ട്. എന്നാൽ സാഹിത്യപ്രേമികളുടെ ബുക്ക് ഷെൽഫുകളിൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട അപൂർവം പ്രതിഭകളെ ഉണ്ടാകാറുള്ളൂ. ഇംഗ്ലീഷ് സാഹിത്യം ഇഷ്ടപ്പെടുന്നവർ ഷേക്സ്പിയറിനെയും ഫ്രഞ്ച് സാഹിത്യം ഇഷ്ടപ്പെടുന്നവർ വിക്ടർ ഹ്യൂഗോവിനെയും വായിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. മലയാളത്തിൻ്റെ കാര്യമെടുത്താൽ ആ സ്ഥാനം എം.ടിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. മഞ്ഞും അസുരവിത്തും കാലവും രണ്ടാമൂഴവുമൊക്കെ അലങ്കരിക്കാത്ത ബുക്ക് ഷെൽഫുകൾ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാളി ഇത്രയേറെ വായിച്ച മറ്റൊരു സാഹിത്യകാരനുണ്ടാവില്ല. സാഹിത്യമോ സിനിമയോ പത്രപ്രവർത്തനമോ ഏത് രംഗവുമാവട്ടെ, അവിടെയെല്ലാം തിളങ്ങുന്ന മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. മികവാർന്ന പുസ്തകങ്ങൾ കൊണ്ട്, സാഹിത്യത്തെയും സിനിമകൾ കൊണ്ട് ചലച്ചിത്ര രംഗത്തെയും അദ്ദേഹം ശ്രദ്ധേയമാക്കി. പല തലമുറകളിൽപ്പെട്ട അനേകം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചു. അതാകട്ടെ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും മുതൽക്കൂട്ടായി. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്നതിൽ എം.ടി നൽകിയ സംഭാവനകൾ താരതമ്യമില്ലാത്തതാണ്. എം.ടി ഒരു പാഠപുസ്തകമാണ്. ആ ജീവിതത്തിലെ ഓരോ ഏടും ഇഴയും വേറിട്ട് പരിശോധിക്കുന്നത് സാഹിത്യ പഠിതാക്കൾക്ക് ഉപകാരപ്രദമായ ഒന്നാണ്. എഴുതേണ്ടതെങ്ങനെ, അതിനുള്ള നിലപൊരുക്കേണ്ടതെങ്ങനെ, എഴുത്തിൻ്റെ സാമൂഹ്യ കടമ എന്ത് എന്നെല്ലാം ആ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാനാകും. സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് കാതികൻ്റെ പണിപ്പുര. സാഹിത്യത്തെക്കുറിച്ച് ഇഴകീറി പരിശോധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ എം.ടിയുടെ ചില സവിശേഷതകൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ നാടിൻ്റെ ചരിത്രപരമായ എല്ലാ അംശങ്ങളെയും സ്വാംശീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മിത്തുകളുടെ പുനർവായന, ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, ആഗോളവൽക്കരണം, പ്രവാസം, പുരോഗമന ചിന്തകളുടെ വരവ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് വിഷയമായി. അങ്ങനെ നോക്കുമ്പോൾ ഈ നാടിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ക്രോണിക്കൽ കൂടിയാണ് ആ സൃഷ്ടികൾ. എന്നും പുരോഗമനപക്ഷം ചേർന്ന് സഞ്ചരിച്ച എഴുത്തുകാരനാണ് എം.ടി. അത് സിനിമയിലൂടെ, സാഹിത്യത്തിലൂടെ. നാലുകെട്ട് എന്ന കൃതി അവസാനിക്കുന്നത് പുതിയ കാറ്റും വെളിച്ചവും കയറുന്ന വീട് പണിയണമെന്ന പരാമർശത്തോടു കൂടിയാണ്. ഫ്യൂഡലിസം തകർന്നു, പുതിയൊരു സമൂഹമായി പരിണമിക്കാൻ മലയാളി ഒരുങ്ങുന്നു എന്നുകൂടി അതിസമർത്ഥമായി പുരോഗമന ചിന്തകളുടെ കടന്നുവരവിനെ ഇത്രയേറെ പ്രതീകാത്മകമായി അവതരിപ്പിച്ച രചനകൾ അധികമുണ്ടാവില്ല. ഇടതുപക്ഷത്തെ ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോറലേൽപ്പിക്കാതിരുന്ന സാഹിത്യനായകൻ കൂടിയാണ് എം.ടി. കഥയുടെ കൈയടക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ഓരോരുത്തർക്കുമുള്ള പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. സ്ത്രീ സമൂഹത്തിൻ്റെ ദുഃഖങ്ങളും പരിദേവനങ്ങളും വിഷയമാക്കിയ ഓപ്പോൾ, ആഗോളവൽക്കരണ കാലത്തെ വിപണി സംസ്കാരത്തെ പ്രതിഫലിപ്പിച്ച വിൽപ്പന, സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുവരവിനെ വരച്ചു കാട്ടിയ ഷെർലക് തുടങ്ങി കാഴ്ച വരെയുള്ള ഓരോ കഥയിലും ഈ കൈയടക്കം നമുക്ക് കാണാൻ കഴിയും. കഥനത്തിൻ്റെ ഒരു പാളി മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് അതിനടിയിൽ അനേകം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. പുതുതലമുറ എഴുത്തുകാർ പഠിക്കേണ്ട ഒന്നാണ് ആ കഥയെഴുത്തിലെ ക്രാഫ്റ്റ്. കലാസൃഷ്ടികളെ കേരള സമൂഹത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഉപാധിയായി ഉപയോഗിക്കപ്പെടുന്ന
ഒരു കാലഘട്ടമാണിത്. പ്രൊപ്പഗണ്ട സിനിമകൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ നുണകൾ പ്രചരിപ്പിക്കുന്നു, കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്നു. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെ അത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നു. ഈ ഘട്ടത്തിലാണ് നിർമാല്യവും ഓളവും തീരവും പോലെയുള്ള സിനിമകളും അവയുടെ ആശയങ്ങളും പ്രാധാന്യമർഹിക്കുന്നത്. എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല MT മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. മികച്ച ഒരു വായനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ലോകസാഹിത്യത്തിലെ വിഖ്യാതമായ എത്രയോ കൃതികളെ തൻ്റെ വായനാനുഭവത്തിലൂടെ അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്തി. ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ് അവയെല്ലാം. 7 പതിറ്റാണ്ടിലേറെക്കാലത്തെ തൻ്റെ രചനകളിലൂടെ ലോകസാഹിത്യ വിഹായസിലേക്ക് മലയാള ഭാഷയെയും സാഹിത്യത്തെയും കൈപിടിച്ചാനയിക്കുകയാണ് MT ചെയ്തത്. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം മുതൽ രാഷ്ട്രത്തിൻ്റെ ആദരവായ പത്മഭൂഷൺ വരെ MTയെ തേടിയെത്തിയിരുന്നു. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിൽ ഭാഷയ്ക്കും സാഹിത്യത്തിനും MT നൽകിയ സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും. ആവശ്യമുള്ളിടത്ത് തിരുത്തിയും മതിയായ രീതിയിൽ സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ഞങ്ങളുടേതടക്കമുള്ള ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പിന്തുണയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും സ്നേഹസമ്പന്നനായ സഹയാത്രികനായിരുന്നു MT എന്നും ഓർക്കേണ്ടതുണ്ട്. മഹത്വം പരിവർത്തനോന്മുഖവുമായ ഒരു മഹാകാലത്തിൻ്റെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷകളിൽ പ്രമുഖനാണ് MT. മലയാള സാഹിത്യത്തിൻ്റെ തേജോമയമായ മുഖം മറ്റ് ഇന്ത്യൻ ഭാഷകൾ ദർശിക്കുന്നത് MTയിലൂടെയാണെന്നാണ് നാം അറിയേണ്ടത്. G. ശങ്കരക്കുറുപ്പിനെയും തകഴിയെയും ബഷീറിനെയും പൊറ്റക്കാട്ടിനെയും ONVയെയും അക്കിത്തത്തെയും പോലെ ഇന്ത്യൻ എഴുത്തുകാരനെന്ന പദവിയിലാണ് MTയുടെ നില. MTയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് കേരളം ആ സംഭാവനകളെ കേരളം എന്നും നന്ദിപൂർവ്വം ഓർക്കും. മലയാള ഭാഷ ഉള്ളിടത്തോളം MT ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. ആ ഓർമ്മകൾക്ക് ആദരമർപ്പിക്കുന്നു.